Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം ഏതായാലും US മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. US മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട 3 സൂചികയും 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് ഏകദേശം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, ഇന്നലെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ മെയ് 19 നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഫോം ആയത് 42,800 പോയിന്റ് അടുത്ത്. ഇന്നലെ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ആദ്യമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഒരു ശക്തമായിട്ടൊരു ക്ലോസ് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ക്ലോസിന്റെ മുകളിൽ ഇന്നും നാളെയും കൂടെ ഡൗ ജോൺസ് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശക്തമായിട്ടൊരു അപ് മൂവ് ഡൗ ജോൺസിൽ നിന്നും പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു. 22,100 റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഇന്നലത്തെ ഡേയ്സ് ഹൈന്റെ വളരെ അടുത്തായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അണ്ടർടോൺ ഇൻ അമേരിക്കൻ മാർക്കറ്റ്സ് വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റ്സിൽ ഇനി നമ്മൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. സാർ, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഈ വീക്കിൽ നമ്മൾ ക്രൂഡിലും ബ്രെൻഡിലൊക്കെ വലിയ രീതിയിലല്ല 10% മുകളിൽ നിൽക്കുന്ന ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ബ്രെൻഡ് ക്രൂഡിലും WT ക്രൂഡിലും 0.5% ഒരു പോസിറ്റീവായൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന $78 റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും ഈ സെല്ലിംഗ് പ്രഷർ ക്രൂഡ് ഓയിലിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു വോളറ്റിലിറ്റിയെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അൺസർട്ടൺ, അതായത് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. സോ ഈ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്രൂഡിന്റെ കേസിൽ ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം ലോ റിസ്ക് ആയിട്ട് രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ലോ റിസ്ക് ട്രേഡിംഗ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. സാറിന് നമുക്ക് ഗോൾഡിലോട്ട് പോകാം. ഗോൾഡ് ഏതായാലും 0.1% ഒരു നേട്ടം ഇന്ന് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ 1% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് തുടരുന്നത്. വീക്കിലി നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ പോലെ ഗോൾഡിൽ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിനിടെ സ്വർണത്തിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ വളരെ മേജർ സപ്പോർട്ടായിട്ടുള്ള 3,300 രൂപ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $3,295 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ 0.29% നേട്ടത്തിൽ 25,000 മുതൽ നില തിരികെ പിടിച്ചുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഇന്നലെ കാണാൻ സാധിച്ചത്. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ് എടുത്തത്. അതിനുശേഷം ഒരു 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 3 ക്യാൻഡിൽ നേട്ടം രേഖപ്പെടുത്തിയും പിന്നീട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് പോയി ഒരു താഴെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുള്ള രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് നിഫ്റ്റി 50യിൽ നമ്മൾ ഇന്നലെ കണ്ടത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഇന്നലെ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് കാണാൻ സാധിച്ചത്, ഇപ്പോൾ വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി 50 നമുക്ക് നൽകിയത്. ബട്ട് ആ ഒരു നേട്ടം ഒന്നും തന്നെ നിഫ്റ്റി 50ക്ക് നിലനിർത്താൻ സാധിച്ചില്ല. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,300 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, നമുക്കിനി അടുത്തൊരു സ്റ്റോക്കല്ല ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ കൂടി അറിയണം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 0.72% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 56,461 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇതിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, പിന്നീട് തുടർച്ചയായ ഒരു 1 അവർ ക്യാൻഡിൽ 3 ക്യാൻഡിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുകയും പിന്നീട് മാർക്കറ്റ് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ളൊരു താഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാനും സാധിച്ചില്ല. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ആ ഒരു നേട്ടം ഒന്നും തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നിലനിർത്താൻ സാധിച്ചില്ല. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 56,900 പോയിന്റ്,
ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, നമുക്ക് ആദ്യം ഇനി ഒരു സ്റ്റോക്ക് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ളത് എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ആണ്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് പറയാനുള്ളത് പുതിയൊരു അക്വിസിഷൻ ലഭിച്ചു, അല്ലെങ്കിൽ കമ്പനി നടത്തുന്നു, മാത്രമല്ല ചില ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് വാർത്ത നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഗംഭീരമായൊരു കുതിപ്പാണ് സ്റ്റോക്ക് നടത്തിയത്. ഏകദേശം 12% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 236 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ നോക്കുമ്പോഴും 20% ഒരു നേട്ടം സ്റ്റോക്ക് ഓൾറെഡി നേടിയതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എൻവിറോയിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? വിഷ്ണു, എൻവിറോ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ലിസ്റ്റിംഗ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം നേരിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് ഈ സ്റ്റോക്ക് നീങ്ങിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 270 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ഇനി നമ്മുടെ ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഡാറ്റ പാറ്റേൺ ഇന്ത്യ ലിമിറ്റഡാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ 2.95% ഒരു ഇടിവിൽ 2934 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർച്ച് തുടങ്ങി സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ളൊരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100% റിട്ടേൺ മാർച്ച് തുടങ്ങിയ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡാറ്റ പാറ്റേണിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ഡാറ്റ പാറ്റേണിന്റെ കേസിലും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എങ്കിലും ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 3100 രൂപയുടെ ലെവൽ എത്തിയപ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഒരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. സാർ, ഇനി ജൂപ്പിറ്റർ വാഗനെ പറ്റിയാണ് അറിയേണ്ടത്. 1.9% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 379 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. നമുക്ക് ജൂലൈ 2024 ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു തുടർച്ചയായ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലൊരു മാർച്ച് മാസത്തിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തുകയും പിന്നീട് ഒരു കൺസോൾട്ടേഷൻ പോലെ ഒരു മന്ത്ലി ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജൂപ്പിറ്റർ വാഗണിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? വിഷ്ണു, ജൂപ്പിറ്റർ വാഗണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 420 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എൻ്റെ ഇടയ്ക്ക് ജൂപ്പിറ്ററിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ടിറ്റാഗറിന്റെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 970 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതേപോലെ വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ ടെക്സ്മാക്കോ റെയിലിന്റെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്സ്മാക്കോ റെയിലിന്റെ കേസിൽ 180 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനി നാഷണൽ അലൂമിനിയത്തിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.78% ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 189 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ നവംബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ അലൂമിനിയത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 203 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിട്ടാണ് കാണുന്നത്. സാറിനി ഗോകുൽദാസ് എക്സ്പോർട്ടിനെ പറ്റിയാണ് അറിയേണ്ടത്. കമ്പനി 2% ഒരു നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 873 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു മാസം 16% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഈ ഒരു മാസം ഇപ്പോൾ ഒരു 11% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലുള്ള രീതിയാണ് സ്റ്റോക്കിൽ കാണുന്നത്. ഗോകുൽദാസിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്?
ഗോകുൽദാസ് എക്സ്പേർട്സിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 965 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കാര്യം നമുക്ക് മാർക്കറ്റിനെ ഓവറോൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വേറെ ഒത്തിരി ലോ റിസ്ക് നമുക്ക് ഇൻവെസ്റ്റിങ്ങിന് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് BEML പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ ഏതായാലും സ്റ്റോക്ക് ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു. 7% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മാർച്ച് തുടങ്ങി സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു നിലയിലായിരുന്നു ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 76% ഒരു റിട്ടേൺ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് നൽകി കഴിഞ്ഞിരുന്നു. ഇന്നലെ ഉണ്ടായ ഈ ഒരു ഇടിവെന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ? തീർച്ചയായിട്ടും വിഷ്ണു, ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ ഒത്തിരി പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4080 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എൻ്റെ അടുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റ് 2-3 ഡിഫൻസ് സ്റ്റോക്കും കൂടെ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിലും ഇന്നലെ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 3500 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3100 നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4780 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1800 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് ഈ ഡിമാർട്ടിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.9% ഇടിയിൽ 4250 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ മാർച്ചിൽ ഒരു വലിയ രീതിയിലൊരു നേട്ടം രേഖപ്പെടുത്തിയൊരു സ്റ്റോക്ക് പിന്നീടുള്ള ഈ ഒരു മാസങ്ങളിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിമാർട്ടിൽ മുന്നോട്ടൊരു കുതിപ്പിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഡിമാർട്ടിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഓൺലി പ്രോബ്ലം ഈ സ്റ്റോക്കിൽ കാണുന്നത് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് ആ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 3960 രൂപയിലായിരിക്കണം. നമുക്ക് ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ 4400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി NMDC ആണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക്. 2.16% നേട്ടത്തിൽ 69 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. മെയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ. 2024 മെയിലാണ് ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 20%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NMDCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? NMDCയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് 72 രൂപ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 66 രൂപ. സാർ, നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് PN ഗാഡ്ഗിൽ ജുവലേഴ്സ് ആണ്. ഏതായാലും സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ 2024 സെപ്റ്റംബറിലായിരുന്നു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു ഏപ്രിലാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യമായി എടുക്കുന്നത്. അതിന് ശേഷമുള്ള ഈ 2 മാസങ്ങൾ നോക്കുമ്പോഴും നേട്ടത്തിൽ സ്റ്റോക്കിന് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? ഇനി ഒരു കുതിപ്പിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? വിഷ്ണു, ഗാഡ്ഗിൽ ജുവലേഴ്സിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്കാണ് PN ഗാഡ്ഗിൽ ജുവലേഴ്സ്. സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് ഏപ്രിൽ മാസത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് സ്റ്റോക്കിൽ വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ഒരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 620 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം നമ്മൾ ജ്വല്ലറി സെഗ്മെന്റ് നോക്കുമ്പോഴേക്കും ഒരു 5-6 മാസത്തിന് മുൻപ് നമുക്ക് മോട്ടിസൺ, RBZ ജുവലേഴ്സ്, ത്രിഭുവൻദാസ് ജ്വല്ലറി, നമ്മുടെ കേരള ബേസ്ഡ് കല്യാൺ ജുവലേഴ്സ്, ഇതിലൊക്കെ വലിയൊരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റും അതേപോലെ അതിശക്തമായിട്ടൊരു താഴോട്ടൊരു ഇടിവും നമുക്ക് കാണാൻ സാധിച്ചു. സോ ജ്വല്ലറി സ്റ്റോക്സിലൊക്കെ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
സാർ ഇനി ടാറ്റ എലക്സിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.74% ഇടിവിൽ 6266 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഒരു വീക്കിലി ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ ഒരു മിഡ് തുടങ്ങി ഒരു വീക്കിലി ട്രേഡിങ്ങിൽ നേരിയ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് സ്റ്റോക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ടാറ്റ എലക്സിയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ടാറ്റ എലക്സിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 6100 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് വളരെ കുറവായിട്ടാണ് അറ്റ് ദ മൊമെന്റ് എത്തുന്നത്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കണമെങ്കിൽ 6480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 6800, അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 7700 കാണുന്നത്. സാറിന് ഈ BSEയുടെ വ്യൂ നമുക്ക് ഒന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 0.37% ഒരു നേട്ടത്തിൽ 2785 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായൊരു മുന്നേറ്റം സ്റ്റോക്കിന് നടത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 2450 രൂപയിൽ കാണുന്നു. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിന്റെ അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 2900, അതിനുശേഷം 3050 ആയിരിക്കും. BSEയിൽ ഒരു പോസിറ്റീവ് വാർത്ത ഇന്നലെ വന്നിരുന്നത് നിഫ്റ്റി 50യിൽ അടുത്തൊരു റിവിഷൻ നടക്കുന്ന സമയത്ത് BSEയുടെ ഓൾറെഡി നിഫ്റ്റി 50 ഇൻഡെക്സിലോട്ട് ഉൾപ്പെടുത്താനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഓക്കെ സാർ, ഇനി നമുക്കറിയേണ്ടത് ITCയെ പറ്റിയാണ്. ITC 0.1% ഒരു നേട്ടത്തിൽ 414 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു നേരിയ നേട്ടം മാത്രമേ കഴിഞ്ഞൊരു 3 മാസങ്ങളിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിലൊരു ട്രേഡിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. ITCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? Unfortunately, ITC has been an underperformer. ITCയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ITC is an FMCG സ്റ്റോക്ക് ആൻഡ് FMCG സ്റ്റോക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇന്നലെ എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഒരു മേജർ FMCG സ്റ്റോക്ക് ബജാജ് കൺസ്യൂമർ. ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ നമുക്ക് ഇന്നലെ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 195 ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ വരും സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്ക് വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. കാര്യം എന്തെന്നാൽ ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സാറിന് നമുക്ക് ഇൻഡസ് ടവേഴ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. 3% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 415 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. നമ്മൾ ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 8% ഒരു നേട്ടം ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈ അധികം ഒരു ദൂരെയായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. ഈ ഒരു ഇൻഡസ് ടവറിൽ താങ്കൾ ഒരു ഓൾ ടൈം ബ്രേക്കിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇൻഡസ് ടവേഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ കമ്പനിയുടെ സ്റ്റോക്കിൽ നമുക്ക് 423 രൂപ ഇസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ്. അതിന് ശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 460. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 370 സാറിന് നമുക്ക് ഒരു പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ നിന്നുള്ള ICIC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.28% ഒരു നേട്ടത്തിൽ 1424 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് തുടങ്ങി സ്റ്റോക്ക് ഒരു നേട്ടം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കൂടി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം നോക്കുമ്പോൾ നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെയൊക്കെ കാണാനുള്ളൊരു ചാർട്ടിൽ അങ്ങനെ കാണുന്നുമുണ്ട്. നമുക്ക് ICIC ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ICIC ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1460 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ പുതിയൊരു ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1380 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഈ ഒരു സ്റ്റോക്കിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു മേജർ സ്റ്റോക്ക് ഇസ് നാച്ചുറലി HDFC ബാങ്ക്. ആൻഡ് HDFC ബാങ്കിന്റെ കേസിലും സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് കാണുന്നത്. HDFC ബാങ്കിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 2020 ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് 1900 രൂപയിലോ കാണുന്നത്. സാറിന് നമുക്ക് അമരരാജ എനർജി മൊബൈൽ ലിമിറ്റഡിനെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്ക് നോക്കുമ്പോൾ 0.39% ഒരു ഇടിവിൽ 970 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഫെബ്രുവരി തുടങ്ങിയ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അമരരാജയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി അമരരാജ ബാറ്ററിയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ബോട്ടം കണ്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാറിന് നമുക്ക് പ്രീകോളിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. പ്രീകോൾ നോക്കുമ്പോൾ 2% ഒരു നേട്ടത്തിൽ 433 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് നടത്തുന്നതായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പ്രീകോളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞൊരു ഡിസംബറിലായിരുന്നു രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഇപ്പോൾ മാർച്ചിന് ശേഷം മന്ത്ലി ചാർട്ടിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രീകോളിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിക്കോളിന്റെ കേസിലും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 490 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് നമുക്ക് അടുത്തായിട്ടൊരു വാച്ച് ലിസ്റ്റുള്ള ഒരു സ്റ്റോക്ക് സെർവോടെക് ആണ്. സെർവോടെക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 6% ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 147 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഇന്നലത്തെ ഈ ഒരു മാസം നോക്കുമ്പോൾ വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 20% ഒരു നേട്ടം ഓൾറെഡി ഇപ്പോൾ ഈ ഒരു മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെർവോടെക്കിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? സെർവോടെക്കിന്റെ കേസിൽ വീണ്ടും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇതിലും കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കഴിഞ്ഞ 2 വർഷത്തിനിടെ കാണാൻ സാധിക്കുന്നില്ല. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 160 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 160ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് NRB ബിയറിംഗ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1.62% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ ഏപ്രിൽ തുടങ്ങിയ ഒരു നേട്ടം എല്ലാ മാസവും രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 3 മാസം നോക്കുമ്പോഴും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നടക്കുന്നത്. NRBയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NRBയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സ്റ്റോക്കിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 320, 335, അതിനുശേഷം 360. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ നമ്മൾ അടുത്തൊരു വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. എഡൽവൈസ് നമ്മൾ നോക്കുമ്പോൾ 6% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 108 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ്. കഴിഞ്ഞ മാസത്തിൽ ഏകദേശം 37% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എഡൽവൈസിന്റെ കേസിലും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഗ്രാജുവലായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന് ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ 112 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 100 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിന്റെ മേജർ റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാൻ പോകുന്ന 120, 130, 140. സാർ ഓൾറെഡി കുറച്ച് ഡിഫൻസ് സ്റ്റോക്കുകളുടെ ഒരു വ്യൂ ഓൾറെഡി ഇന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.94% ഒരു ഇടിവിൽ 2165 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ച് തുടങ്ങിയ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ താങ്കൾ ഈ ഒരു സ്റ്റോക്കിൽ ഇനി വാച്ച് ചെയ്തിട്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഞാൻ നേരത്തെ ഇന്ന് ഗാർഡൻ റീച്ചിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇന്നലെ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2120 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 2290 രൂപ. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി മൈഫിൻ TV ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.